الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിക്കുവാൻ, ജീവിതത്തിൽ ഉടനീളം അവന്റെ കൽപ്പനകൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അല്ലാഹു അവന്റെ ശിക്ഷകളിൽ നിന്ന് അവന്റെ അടിമകളായ സൃഷ്ടികളായ മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഏർപ്പാടുകൾ, മാർഗങ്ങൾ ഈ ലോകത്ത് ചെയ്തു വച്ചിട്ടുണ്ട്. ആ മാർഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ കാരുണ്യം നേടിയെടുക്കാൻ സാധിക്കുന്ന, അവന്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന സത്യവിശ്വാസികളായി നമുക്കെല്ലാവർക്കും ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെ അവന്റെ സന്നിധിയിലെത്തുമ്പോൾ വലതു കൈയിൽ സൽക്കർമ്മങ്ങളുടെ ഏടുകൾ വാങ്ങാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായി തീരണം നമ്മളെല്ലാവരും. ആ ഒരു വിചാരത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി ഒരിക്കലും ഇടത് കൈയിൽ കർമ്മപുസ്തകം വാങ്ങേണ്ടി വരികയും അങ്ങനെ അവിടെ വെച്ച് സർവ്വതിനെയും ശപിച്ചുകൊണ്ട് കഴിയേണ്ടി വരികയും അവസാനം നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥയ്ക്ക് പകരം വലതു കൈയിൽ സൽക്കർമ്മങ്ങളുടെ പുസ്തകങ്ങൾ വാങ്ങി കഠിനമായ വിചാരണയ്ക്ക് വിധേയമാവാതെ ഹിസാബുൻ യസീർ, വളരെ നിസ്സാരമായ, കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാവാതെ നിസ്സാരമായ വിചാരണകൾക്ക് മാത്രം വിധേയമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ലോകത്ത് ആ വിധത്തിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സൽക്കർമ്മങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് മുത്തഖീങ്ങളായി കഴിയാൻ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അങ്ങനെയാകുമ്പോഴേ പരലോകത്ത് ഇഹലോകത്തും
നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എപ്പോഴും ഈ ഒരു വിചാരത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി നമ്മുടെ കർമ്മങ്ങളെ ശരിപ്പെടുത്തിയെടുക്കുവാൻ, അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിമാറ്റുവാൻ വേണ്ടി പിശാച് ശ്രമിക്കുമ്പോൾ വഴിമാറാതെ ആ മാർഗത്തിൽ തന്നെ പിടിച്ചു നിൽക്കുവാൻ, അങ്ങനെ മുന്നോട്ടു പോകുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിലുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ സ്വർഗ്ഗത്തിൽ ഇടം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലൂടെ ആണ് നമ്മൾ കുറച്ചായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ അനുസ്മരിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. ലോകത്ത് മുഴുവനും, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ആ അനുസ്മരണം പലരും പല വിധത്തിലാണ് നടത്തുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ. ഏതായാലും ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസം എന്ന അർത്ഥത്തിൽ അതിനെ കൂടുതൽ അനുസ്മരിക്കാറുണ്ട്. അത് പലരും പല വിധത്തിലാണ്. ചില ആളുകൾ പ്രവാചകന്റെ ജീവിതത്തെ കൂടുതൽ ലോകത്തിന് പരിചയപ്പെടുത്തിയും പ്രവാചകന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിന് കൂടുതൽ ബോധ്യപ്പെടുത്തിയുമൊക്കെ ആണ് അവരുടെ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഈ മാസത്തെ ആഘോഷിക്കാറുള്ളത്. വേറെ ചില ആളുകൾ വേറെ പല വിധത്തിലും, നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന വിധത്തിൽ ചില ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഒക്കെ പലരും പല വിധത്തിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കുന്നുണ്ട്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കൈവിടാൻ കഴിയാത്ത, എല്ലായ്പ്പോഴും നമ്മൾ അടിക്കടി ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മളൊക്കെ നമ്മളായത് ആ ഒരൊറ്റ വ്യക്തിത്വം ഈ ലോകത്ത് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളില്ലല്ലോ, നമ്മളിങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പള്ളിയിൽ വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ വുളു എടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിയത്? എങ്ങനെയാണ് നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ നടത്തേണ്ട പ്രാർത്ഥന ചൊല്ലിയത്? ഇറങ്ങുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലിയത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന ചൊല്ലിയത്? ഓരോരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ഈ ജീവിതത്തെ മുഴുവനും അടുക്കും ചിട്ടയുമാർന്ന ഒരു ജീവിതമാക്കി തന്ന ഒരു മഹാനായ മനുഷ്യനാണല്ലോ പ്രവാചകൻ. ആ പ്രവാചകനെ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. നമ്മളെ മുസ്ലിങ്ങളാക്കിയ, നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തും പരലോകത്തും വിജയിപ്പിച്ചെടുത്ത, നമുക്ക് ജീവിതത്തിന് ഒരു ഊടും പാവും നൽകിയ, ലോകത്ത് പല ആളുകളും പരാജയപ്പെട്ടപ്പോൾ നമുക്ക് വിജയിക്കുവാൻ വേണ്ട മാർഗങ്ങൾ പറഞ്ഞു തന്ന മഹാനായ ഒരു മനുഷ്യനെ ഒരിക്കലും നമുക്കാർക്കും മറക്കുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ഒരു ദിവസം എത്രയോ തവണ നിങ്ങളെക്കൊണ്ട്, നമ്മെക്കൊണ്ട് ഈ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം എന്ന് പറഞ്ഞ് നമസ്കാരത്തിൽ ഓരോ നമസ്കാരത്തിലും പ്രവാചകന് സലാത്ത് ചൊല്ലിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകന്റെ പേര് പറയുമ്പോൾ മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, എനിക്ക് ഒരു സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് 10 സലാത്ത്, അയാൾക്ക് 10 അനുഗ്രഹങ്ങൾ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കുന്നതിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മുഅ്മിനിന്റെ മനസ്സിൽ എപ്പോഴും കുടികൊള്ളുന്ന, എപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയ പല ആളുകളെയും നമ്മൾ പലപ്പോഴും ഓർക്കാതിരിക്കുന്നുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളാവാം, മക്കളാവാം. പക്ഷെ അതിനേക്കാളെല്ലാം ഒരു മുഅ്മിന് അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ മക്കളെക്കാളും ഒക്കെ ഓർക്കുവാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിത്വമാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത്രയധികം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിത്വമാണിത്. അദ്ദേഹത്തിന്റെ ജീവിതവും നമ്മൾ ഏതുപോലെ ആ വ്യക്തിത്വവുമായി, ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവോ അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് കിടന്നതായിരുന്നു. അതുകൊണ്ടാണ്
മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ സഹോദരന്മാരെ കാണാൻ പൂതിയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരന്മാർ? അപ്പൊ റസൂൽ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്റെ സഹാബത്താണ്, എന്റെ കൂട്ടുകാരാണ് നിങ്ങൾ. സഹോദരന്മാർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത്, ഇനി നമുക്കെല്ലാം ശേഷം ഈ ലോകത്ത് അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ എന്റെ ഉമ്മത്തിൽ ഉണ്ടാകാൻ പോകുന്ന മൂമിനീങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സഹോദരന്മാർ, എന്റെ ഇഖ്വാൻ, അവരെ എനിക്ക് കാണാൻ പൂതിയാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പക്ഷേ പ്രവാചകൻ, ഇന്നക മയ്യിത്തുൻ, നീ മരിക്കുന്നവനാണ്, അവരും മരിക്കുന്നവരാണ്. പ്രവാചകൻ മരിക്കേണ്ടവനായിരുന്നത് കൊണ്ട് കാലാകാലങ്ങളിലുമുള്ള മനുഷ്യരെ, പ്രവാചകന്റെ ഉമ്മത്തിനെ, പ്രവാചകന്റെ അനുയായികളെ കാണാൻ പ്രവാചകന് സാധ്യമല്ല. അപ്പോ ഇനി നമ്മൾ ഉൾപ്പെടെ, ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടെ, ഇനി ലോകത്ത് ജനിക്കാനിരിക്കുന്ന എല്ലാ പ്രവാചകന്റെ അനുയായികളും ഉൾപ്പെടെയുള്ള മനുഷ്യരെ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കണ്ടിരുന്നെങ്കിൽ എന്ന പൂതിയോടുകൂടി മരിച്ചുപോയ ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അവിടുന്ന് പ്രകടിപ്പിച്ച സ്നേഹം സഹാബികളോട് മാത്രമുള്ള സ്നേഹമായിരുന്നില്ല, തലമുറകൾ കാലാകാലവും നീണ്ടു നിൽക്കുന്ന സ്നേഹമായിരുന്നു. സ്നേഹം എന്നതാണ് ആ വ്യക്തിത്വത്തിന്റെ സത്ത. അത്രയധികം അനുയായികളെ, മനുഷ്യരെ സ്നേഹിച്ച ഒരു നേതാവ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആളുകൾക്കെതിരെ, അനുയായികൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുമ്പോൾ പോലും അവരോട് മനസ്സിൽ ആ പ്രവാചകൻ സ്നേഹം അവർക്ക് വേണ്ടി പാത്തുവെച്ചു. സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോഴും അത് രഹസ്യമായി ആ സ്നേഹത്തെ അദ്ദേഹം സൂക്ഷിച്ചു. അതാണ് പ്രവാചകന്റെ പ്രത്യേകത. യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന 3 സഹാബികളെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ശിക്ഷിക്കുകയും അവരോടാരും മിണ്ടാൻ പാടില്ല എന്ന് വിധി പുറപ്പെടുവിക്കുകയും ഭാര്യമാർ പോലും അവരിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ അവരിൽ ഒരാളായ ഒരു സഹാബി പള്ളിയിൽ വന്ന് ഒറ്റയ്ക്ക്, ആരും സലാം പറഞ്ഞാൽ പോലും വേറെയുള്ള സഹാബികൾ ഒന്നും മടക്കാതിരുന്ന കാലത്ത് ഒറ്റയ്ക്ക് വന്ന് പള്ളിയിൽ ആരും മിണ്ടാനില്ലാതെ, ആരോടും മിണ്ടാനില്ലാതെ ചെയ്ത തെറ്റിന് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന തെറ്റിന്റെ പാപഭാരവും പേറി അങ്ങനെയാകുമ്പോഴും പള്ളിയിൽ വന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ നമസ്കരിക്കുമ്പോൾ പള്ളിയിലുള്ള പ്രവാചകനെ ഇടംകണ്ണിട്ട് നോക്കും, പ്രവാചകൻ എന്നെ നോക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രവാചകൻ എന്നെ നോക്കുകയായിരിക്കും. നമസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പ്രവാചകൻ അപ്പോഴെങ്കിലും എന്നെ നോക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ നമസ്കാരത്തിൽ ഇടംകണ്ണിട്ട് പ്രവാചകനെ നോക്കുമ്പോൾ പ്രവാചകൻ എന്നെ നോക്കുകയായിരിക്കും. അപ്പോ പ്രവാചകൻ തന്നെയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്, പ്രവാചകൻ തന്നെയാണ് ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പോലും തന്റെ അനുയായിയോടുള്ള സ്നേഹം ആ പ്രവാചകൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ അനുയായിയെ പ്രവാചകൻ സ്നേഹമസൃണമായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട്, നോട്ടം കൊണ്ട് തടവുന്നുണ്ട്. ഇങ്ങനെ അനുയായികളുമായി ഇത്രയധികം ആത്മബന്ധം, സ്നേഹബന്ധം പുലർത്തിയ ഒരു പ്രവാചകൻ, ആ പ്രവാചകനുമായി അനുയായികൾക്ക് ആത്മബന്ധം പുലർത്തുവാതിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ പറഞ്ഞത്. ലോകത്ത് പല മഹാന്മാരെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു നേതാവിനെ ആ നേതാവിന്റെ അനുയായികൾ സ്നേഹിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. സഹാബികൾ പ്രവാചകനോട് പ്രകടിപ്പിച്ച സ്നേഹം കണ്ടിട്ട് പ്രവാചകന്റെ ശത്രുക്കൾ അത്ഭുതം കൂറിക്കൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനമാണിത്. മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിച്ചതുപോലെ വേറെ ഒരു നേതാവിനെയും അവരുടെ അനുയായികൾ സ്നേഹിച്ചതായിട്ട് ഞങ്ങൾക്കറിവില്ല എന്ന്. അപ്പൊ ഇങ്ങനെ തലമുറകളുടെ, അനുയായികളുടെ, അനുചരന്മാരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ കഴിയുമാറ് സ്നേഹം നൽകിയ ഒരു പ്രവാചകനായിരുന്നു, റഹ്മത്തായിരുന്നു, കാരുണ്യമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാതെ വയ്യ നമുക്ക്. അത് റബീഉൽ അവ്വലിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന മഹാനായ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകനെ പറ്റി പരിശുദ്ധ ഖുർആൻ കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്.
അത് മുഴുവനും പറയുക നമുക്ക് സാധ്യമല്ല. ഒരായത്തിൽ, സൂറത്ത് അൽ അറാഫിലെ ഒരായത്തിൽ പറഞ്ഞ ഒരു സംഗതി മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി. ഈ പ്രവാചകൻ റസൂലും നബിയും, നബിയുടെ മുകളിലുള്ള പദവി കൊണ്ട് മുകളിലുള്ള ആളാണ് റസൂൽ. എല്ലാ റസൂലും നബിയാണ്, എല്ലാ നബിയും റസൂലല്ല. നബിയുടെ മുകളിലുള്ള ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്ന കൂടുതൽ പദവിയുള്ള ആളാണ് റസൂൽ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിരുന്നു, റസൂലും നബിയുമാണ് അദ്ദേഹം. അൽ ഉമ്മിയ, നിരക്ഷരനായിരുന്നു അദ്ദേഹം. പ്രവാചകൻ നിരക്ഷരനായത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഖുർആന്റെ മുഅ്ജിസത്തിന് ഒരാവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് അറബികൾ മുഴുവനും, നമ്മൾ കാട്ടറബികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും നിരക്ഷരരല്ല. പ്രവാചകന്റെ തന്നെ അനുയായികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊക്കെ എഴുത്തും വായനയും അറിയാമായിരുന്നു. അബൂബക്കർ എഴുതിയിരുന്നു, വായിച്ചിരുന്നു. ഉമർ എഴുതിയിരുന്നു, വായിച്ചിരുന്നു. പക്ഷേ ഈ പ്രവാചകന് അത് രണ്ടും അറിയുമായിരുന്നില്ല. ഇങ്ങനെ ഒരക്ഷരം വായിക്കാൻ അറിയാത്ത, ഒരക്ഷരം എഴുതാൻ അറിയാത്ത ഒരു മനുഷ്യൻ കൊണ്ടുവന്നതാണ് ഈ വേദഗ്രന്ഥം. ഇത് വലിയ ഒരു സാഹിത്യകാരന് പോലും രചിക്കാൻ പറ്റാത്ത ഒരു വേദഗ്രന്ഥമാണ്. അപ്പൊ വായിക്കാനും എഴുതാനും അറിയാത്ത, പഴയ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങൾ വായിച്ച് പകർത്തിയതാണ് ഇത് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ വായിക്കാൻ അറിയാത്ത, അതുപോലെ തന്നെ എന്തെങ്കിലും കുത്തിക്കുറിക്കാൻ അറിയാത്ത ഒരു പ്രവാചകൻ കൊണ്ടുവന്നു ഈ വേദഗ്രന്ഥം എന്നത് തന്നെ, ഈ ഒരു പ്രവാചകനാണ് ഈ വേദഗ്രന്ഥം സംസാരിക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഗ്രന്ഥത്തിന്റെ അമാനുഷികതയുടെ തെളിവ്. ഇതുപോലുള്ള ഒരു നിരക്ഷരൻ ആണ് ഇത് കൊണ്ടുവരുന്നത് എന്നത് ഈ വേദഗ്രന്ഥത്തെ അമാനുഷികമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരൻ ആകേണ്ടത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോഴാണ് ഈ വിശുദ്ധ ഖുർആൻ അമാനുഷികമായ ഒരു സിദ്ധിയായി തീരുന്നത്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വേദഗ്രന്ഥം വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്ന ഒന്നല്ല ഇത്, അദ്ദേഹം എഴുത്തറിയുന്നവനല്ല. അതുകൊണ്ടാണ് ഇഖ്റ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയുകയില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പരിചയമില്ലാത്ത ഒരു രൂപം മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആ രൂപം വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും അങ്ങനെ വിടുകയും വായിക്കുക എന്ന് പറയുമ്പോൾ വായനയുടെ ഏതെങ്കിലും ഒരക്ഷരം അറിയുമായിരുന്നുവെങ്കിൽ ഈ പ്രവാചകൻ വായിക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രവാചകൻ നിഷ്കളങ്കമായി പറയുന്നത് മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നതാണ്. വായിക്കാൻ അറിയുമായിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ അവിടെ വെച്ച് വായിക്കേണ്ടതായിരുന്നു. കാരണം അത്രയും ഭീകരമായ ഒരനുഭവമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലത്. അങ്ങനെ പിന്നീട് വായിച്ചു കൊടുക്കുന്നത് ഒരു കേട്ട് പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. കേൾക്കുന്നത് പിന്നീട് ഉരുവിടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ പ്രവാചകൻ നബി റസൂൽ ഉമ്മിയായിരുന്നു എന്ന് ഈ പ്രവാചകന്റെ പ്രത്യേകതയായി ഖുർആൻ പറയുന്നു. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകനാണിത്. ആർക്കും നിഷേധിക്കുക സാധ്യമല്ല. വേദങ്ങൾ തിരുത്തപ്പെട്ടപ്പോൾ പോലും ഈ വേദങ്ങളിൽ ഈ പ്രവാചകനെ സംബന്ധിച്ചുള്ള അനുസ്മരണങ്ങൾ, പ്രതിപാദ്യങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ട്? എല്ലാവർക്കും അറിയാമായിരുന്നു. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അറിയാമായിരുന്നു അവരുടെ വേദം മുന്നറിയിപ്പ് നൽകിയ, സന്തോഷ വാർത്ത നൽകിയ ഒരു പ്രവാചകനാണ് മുഹമ്മദ് എന്ന്. ആ പ്രവാചകന്റെ അടയാളമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഹമ്മദിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈ പ്രവാചകൻ അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല വന്നത് എന്നതുകൊണ്ട് അവർക്ക് പ്രവാചകനെ നിഷേധിക്കുകയല്ലാതെ നിർവാഹമില്ല എന്ന് വന്നപ്പോൾ അവർ അത് അടച്ചു നിഷേധിച്ചു. പക്ഷേ അവരിൽ സാത്വികരായ ആളുകൾ ഈ പ്രവാചകൻ കൊണ്ടുവന്ന ആശയത്തെ സ്വീകരിക്കുകയും അവർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഈ ഖുർആൻ കേട്ടപ്പോൾ വേദക്കാരായ പല ആളുകളും കരഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്കറിയാമായിരുന്നു ഈ വേദഗ്രന്ഥം യഥാർത്ഥത്തിൽ തൗറാത്തും ഇൻജീലും ഏതൊരു പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണോ വന്നിട്ടുള്ളത് അതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് ഇത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത അഹ്ലുൽ കിതാബ് വേദക്കാർ ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടപ്പോൾ കരഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് തന്നെയാണ് നജ്ജാശി, നേഗശ് രാജാവ് എത്യോപ്യയിലെ രാജാവിനോട് ഈ മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ, അദ്ദേഹത്തിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, ഇത് നമ്മുടെ വേദഗ്രന്ഥ, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ വരുമെന്ന് സന്തോഷ വാർത്ത നൽകിയ ആ പ്രവാചകൻ തന്നെയാണല്ലോ പറഞ്ഞു കേട്ടപ്പോൾ ഈ പ്രവാചകൻ, അതേ ലക്ഷണങ്ങൾ തന്നെയാണല്ലോ ഇദ്ദേഹത്തിനുള്ളത് എന്ന് അദ്ദേഹം സാത്വികനും സത്യസന്ധനുമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അപ്പോ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി മക്തൂബായ എഴുതപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ഈ പ്രവാചകൻ ലോകത്ത് വന്ന് ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ, അത് ലോകത്തോട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ പ്രവാചകൻ എന്താണ് ചെയ്തത്? ഈ പ്രവാചകൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയായിരുന്നു. ആദ്യം മുതൽ വഹി കിട്ടി പോയി വിറച്ച് പുതച്ചു മൂടി, ജമ്മിലൂനി, എനിക്ക് പുതച്ചു തരൂ എന്ന് പറഞ്ഞ് പുതച്ചു മൂടി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന, ഖും ഫഅൻദിർ, എഴുന്നേൽക്ക്, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്ക്. അന്ന് ആരംഭിച്ചതാണിത്. വഹി കിട്ടി പേടിച്ച് വിറച്ച് പോയി മൂടിപ്പുതച്ച് കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന, ഖും, കിടക്കാനുള്ളതല്ല സമയം. ഖദീജയോട് വഹി കിട്ടിയപ്പോൾ തന്നെ റസൂൽ പറഞ്ഞിരുന്നു, കളിചിരിയുടെ കാലം കഴിഞ്ഞു ഖദീജ, ഉറക്കത്തിന്റെ കാലം, വിശ്രമത്തിന്റെ കാലം കഴിഞ്ഞു ഖദീജ എന്നാണ് റസൂൽ വീട്ടിൽ ചെന്ന് പറഞ്ഞത്. റസൂലിന് അറിയാമായിരുന്നു ഇനി അങ്ങോട്ട് ജീവിതം എന്ന് പറയുന്നത് ലോകത്തെ നന്നാക്കാനുള്ളതാണ്, ജനങ്ങളോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ളതാണ്, ഇനി വിശ്രമത്തിന് സമയമില്ല എന്നാണ് ഖദീജയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ അവിടെ തുടങ്ങുകയാണ് ഖുർആൻ, ഖും, എഴുന്നേൽക്ക്, ഫഅൻദിർ, മുന്നറിയിപ്പ് നൽകുക. പിന്നെ മുഴുവനും ഇതേ റസൂലിന് പണിയുള്ളൂ. 3 വർഷം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഫസ്ദ ബിമാ തുഅ്മർ. ഇതുവരെ കൂടുതൽ ആളുകൾ അറിയാതെ രഹസ്യമായിട്ടാണ് 3 കൊല്ലം നീ നിന്റെ പണി ചെയ്തത്, ഇനി അങ്ങോട്ടത് വിളംബരം ചെയ്യുക. ഫസ്ദ ബിമാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടത് പരസ്യമായി പറയുക. അങ്ങനെയാണ് സഫാ കുന്നിന്റെ മുകളിൽ കയറി എല്ലാവരെയും വിളിച്ചു കൂട്ടിയത്. എല്ലാവരെയും വിളിച്ചു റസൂൽ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ബനൂ ഹാഷിമെ, ഖുറൈശികളെ, അങ്ങനെ ഓരോരുത്തരെയും കുടുംബക്കാരെ വിളിച്ച്, ആദ്യം കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആരെയും എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല, ആരെയും എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്? ഒരു മനുഷ്യൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫാത്തിമയെ വിളിച്ച് മകളോട് പറയുകയാണ്, ഫാത്തിമ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല കേട്ടോ, നീ തന്നെ പണിയെടുക്കണം അതിന് എന്ന് പറയുകയാണ്. ഇതാണ് പ്രവാചകന്റെ ദൗത്യം. നബി പറഞ്ഞല്ലോ, ഒരു കത്തിച്ചു വെച്ച ഒരു വിളക്ക്, ആ വിളക്കിലേക്ക് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ആ വിളക്കിലേക്ക് പാറ്റുകൾ ഇങ്ങനെ ചാടി ചാവാൻ വരും. അതിന്റെ പ്രകാശം കണ്ടിട്ട് ഇതെന്തോ അവയെ ആകർഷിക്കുന്നതാണ് ഈ പ്രകാശം, പക്ഷെ അത് തീയാണ് എന്ന് അവക്കറിയില്ല. അങ്ങനെ വന്ന് പാറ്റുകൾ മുഴുവനും ഈ തീയിൽ ചാടി ചാവുക എന്നതാണ് സംഭവിക്കുന്നത്. റസൂൽ പറയുകയാണ്, എന്റെ ഉദാഹരണം, പ്രവാചകന്റെ ഉദാഹരണം, ഈ വിളക്കിന്റെ സമീപം ഇരുന്നു കൊണ്ട് വിളക്കിലേക്ക്, തീയിലേക്ക് ചാടി ചാവാൻ വരുന്ന പാറ്റുകളെയൊക്കെ ഇങ്ങനെ ആട്ടി അകറ്റുക എന്നുള്ളത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഒരു പ്രവാചകൻ നരകത്തീയിലേക്ക് ചാടാൻ ഓടിവരുന്ന മനുഷ്യരെ മുഴുവനും അതിൽ നിന്ന് ആട്ടി അകറ്റുക എന്ന പണിയാണ് ഒരു പ്രവാചകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രവാചകൻ, യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. പിന്നെ എല്ലാ ഊടുവഴികളിലും, നമ്മെപ്പോലെയല്ല, എല്ലാ ഊടുവഴികളിലും ചരിത്രം പറയുന്നത്, എവിടെയാണോ പ്രവാചകൻ ഇറങ്ങുന്നത്, നടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരാളെ കണ്ടാൽ പറയും, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൂടാ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിച്ചുകൂടാ? അങ്ങനെ കാണുന്ന മുഴുവൻ ആളുകളോടും പിന്നെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചന്തയിൽ, ഉഖ്റാൽ ചന്തയിൽ ആളുകൾ കൂടുമ്പോ അവിടെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിന് വേണ്ടി സമയമായിരിക്കുന്നു, ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ പ്രവാചകൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഹജ്ജിന് വരുന്ന ആളുകളോട് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പിന്നെ കാണുന്ന മനുഷ്യരോട് മുഴുവനും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഖുർആൻ സഹോദരിമാരെ ഈ കാര്യം പറയുന്നത് ഈ പ്രവാചകന്റെ അനുയായികൾ എന്തു ചെയ്യുന്നു എന്ന് ആലോചിക്കാൻ വേണ്ടി കൂടിയാണ്. പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന, പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടാണ്, പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവാചകന്റെ ജീവിതത്തെ എടുത്തു വച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഖുർആൻ ആ പ്രവാചകന്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പ്രവാചകൻ നന്മ കൽപ്പിക്കുന്നവനായിരുന്നു, തിന്മ വിരോധിക്കുന്നവനായിരുന്നു. ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ മക്കയിൽ 13 കൊല്ലക്കാലം അത് ചെയ്തു. എന്തിനാണ് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചത്? ഇതിനു വേണ്ടിയായിരുന്നു. എന്തിനാണ് ഏറുകൊണ്ടത്? ഇതിനു വേണ്ടിയായിരുന്നു. എന്തിനാണ് യുദ്ധം ചെയ്തത്? ഇതിനു വേണ്ടിയായിരുന്നു. എന്തിനാണ് പലായനം ചെയ്തത്? ഇതിനു വേണ്ടിയായിരുന്നു. എന്തിനാണ് ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിച്ചത്? ഇതിനു വേണ്ടിയായിരുന്നു. എന്തിനാണ് രാഷ്ട്രം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. രാഷ്ട്രം എന്ന് പറയുന്നത് അവരുടെ വിചാരം ഇത് സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഇസ്ലാമിനൊരു രാഷ്ട്രമുണ്ടാകണമെന്ന മോഹം കൊണ്ട് പറയുന്നതാണ് എന്ന് അല്ല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന പ്രവാചകന്റെ പണിയുടെ ഭാഗമാണ് അതിന്റെ ഒരു മാർഗമായ, ഒരു ഉപകരണമായ രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് നാം ആധിപത്യം നൽകിയാൽ, അഖാമുസ് സലാത്ത, അവർ നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യും, വആതവു സകാത്ത, അവർ സകാത്ത് കൊടുക്കും, വഅമറഹും ബിൽ മഅറൂഫി, അവർ നന്മ കൽപ്പിക്കും, അവർ വനഹൗ അനിൽ മുൻകർ, അവർ തിന്മ വിരോധിക്കും. അപ്പൊ ഭൂമിയിൽ അധികാരം കിട്ടിയാൽ ഇസ്ലാമിക സമൂഹം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമെന്ന പണി നിർവഹിക്കും. ചില കാര്യങ്ങൾ, ചില നന്മകൾ കൽപ്പിക്കാൻ അധികാരം കൂടി കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്നല്ലാഹ ലാ യസഉ ബിസ്സുൽത്താനി മാ ലാ യസഉ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് നീക്കിക്കളയാൻ കഴിയാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊണ്ടാണ് നീക്കുക എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദീനു വൽ മുൽക്കു തൗഅമാനി, ദീനും അധികാരവും ഇരട്ടകളാണ്, 2 ഇരട്ടകളാണ് എന്ന് മഹാനായ ഇമാം ഗസാലി പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ദീനി എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്, രാഷ്ട്രം എന്ന് പറയുന്നത് ഈ ദീനിനെ സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, ലോകത്തെ നന്നാക്കിയെടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ മദീനയിലേക്ക് പോവുകയും ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതും ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന പ്രവാചകന്റെ ദൗത്യത്തിന്റെ ഭാഗമാണ്. ജനങ്ങളെ നന്നാക്കിയെടുക്കണം. നന്നാക്കിയെടുക്കാൻ എന്ത് വേണം? എല്ലാ കാലത്തും ഖുർആന്റെ ഉപദേശം മാത്രം മതിയാവുകയില്ല. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ നന്നാക്കിയെടുക്കേണ്ടതുണ്ടാകും. അപ്പൊ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ജനങ്ങളെ നന്നാക്കിയെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രത്തെ പ്രവാചകൻ കെട്ടിപ്പടുത്തത്. ജനങ്ങൾക്ക് സുഭിക്ഷമായ ഒരു രാജ്യമുണ്ടാക്കി കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഉപദേശിക്കാം. പക്ഷേ സക്കാത്ത് കൊടുക്കാത്ത ആളുകളാണ് സമുദായത്തിൽ നല്ലൊരു ശതമാനം. ഇസ്ലാമിക രാഷ്ട്രം ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ധനികരിൽ നിന്ന് പണം പിടിച്ചെടുക്കുകയും അത് ദരിദ്രർക്ക് കൊടുക്കുകയും ചെയ്യും. അക്രമങ്ങൾ നടക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം ഇടപെടും. അനീതികൾ നടക്കുമ്പോൾ നീതിയുടെ പക്ഷത്ത് ഇസ്ലാമിക രാഷ്ട്രം നിൽക്കും. കൈപിടിക്കേണ്ട അക്രമിയുടെ കൈപിടിക്കേണ്ടി വരുമ്പോൾ കൈപിടിക്കും. ഇതിനൊക്കെ ഇസ്ലാമിന് സ്വന്തമായ ഒരു രാഷ്ട്രം വേണം. അപ്പൊ പ്രവാചകൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നത്. അങ്ങനെ അവസാനം വരെ, ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന പണി പ്രവാചകൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും പ്രവാചകൻ എന്താണ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബോധമില്ലാതെ രോഗം പിടിപെട്ട് ഇടക്ക് ബോധം തെളിയുമ്പോൾ അപ്പോഴും പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറയ്ക്ക് പിന്നിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിചരണത്തിൽ റൂമിൽ, മസ്ജിദുൻ നബവിയിലോട് ചേർന്ന് കിടക്കുന്ന റൂമിൽ രോഗിയായി കിടക്കുമ്പോൾ, മുറിയിൽ രോഗിയായി കിടക്കുമ്പോൾ ബോധം കിട്ടുമ്പോൾ പ്രവാചകൻ വീണ്ടും അനുയായികളോട് പറയാനുള്ളത് പറയുകയാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം അപ്പോഴും പ്രവാചകന്റെ മുമ്പിലുള്ള കർട്ടൻ മറനീക്കി പള്ളിയുടെ ഉള്ളിലേക്ക് എത്തി നോക്കിക്കൊണ്ട് സഹാബത്തിനോട് പറയുകയാണ്, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നമസ്കാരത്തിന്റെ കാര്യം. ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും അതിൽ ചെയ്യരുത്. മരിക്കുന്നതിന് മുമ്പ് വീണ്ടും പ്രവാചകൻ നന്മ കൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ അധികാരത്തിലുള്ള ആളുകളോട് ഒരിക്കലും അക്രമം കാണിക്കരുത്. നിങ്ങളുടെ കയ്യിൽ അടിമകളുണ്ടാകും, നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ ഭാര്യമാരുണ്ടാകും. അവരോടൊന്നും ഒരിക്കലും, നിങ്ങൾക്ക് ആരുടെ മേലാണോ അധികാരമുള്ളത് അവരോടൊരിക്കലും അക്രമം കാണിക്കരുത്.
അങ്ങനെ മരിക്കുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയാണ്. ആ പ്രവാചകന്റെ അനുയായികൾ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവസാനത്തെ ഹജ്ജ് ചെയ്യുമ്പോൾ അവസാനമായി ലോകത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ ഒരു 4-5 വാചകത്തിൽ ചുരുക്കി പറയുമ്പോൾ പ്രവാചകൻ അവസാനമായി പറയുന്നത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങളോട് പറയണം. എന്റെ കാലശേഷം ഇത് പറയേണ്ടത് നിങ്ങളാണ്, എനിക്ക് ശേഷം ഇത് പറയേണ്ടത് നിങ്ങളാണ്, ഇതെത്തിയിട്ടില്ലാത്തവർക്ക് എത്തിക്കേണ്ടത് നിങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന ആളുകൾ പ്രവാചകൻ എങ്ങനെയായിരുന്നോ ഈ പണി ചെയ്തത് അതൊക്കെ ആ വിധത്തിൽ തന്നെ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല. പ്രവാചകൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവനായിരുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാതു വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്. നല്ല കാര്യങ്ങൾ അനുവദിക്കുന്ന പ്രവാചകൻ, ചീത്ത കാര്യങ്ങൾ നിഷിദ്ധമാക്കുന്ന പ്രവാചകൻ, നിരോധിക്കുന്ന പ്രവാചകൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പ്രവാചകൻ നല്ലത് ഏത് എന്ന് തോന്നിയത് മുഴുവനും അനുവദിച്ചു. ഒരു വഷളൻ സംഗതികൾ എന്ന് തോന്നുന്ന, പറ്റാത്തത് എന്ന് തോന്നുന്ന കാര്യങ്ങളെയൊക്കെ പ്രവാചകൻ നിഷിദ്ധമാക്കി. നിങ്ങളുടെ ശരീരത്തിന് പറ്റാത്ത, നിങ്ങളുടെ വയറിന് പറ്റാത്ത, നിങ്ങളുടെ കണ്ണിന് പറ്റാത്ത, നിങ്ങളുടെ ശുദ്ധമായ പ്രകൃതത്തിന് പറ്റാത്ത, നിങ്ങളുടെ കുടുംബജീവിതത്തിന് പറ്റാത്ത, അങ്ങനെ നിങ്ങൾക്ക് പറ്റാത്തതായ കുറെ സംഗതികൾ ഈ ലോകത്തുണ്ട്. പ്രവാചകൻ അത് മുഴുവനും നിഷിദ്ധമാക്കി. നിങ്ങൾ പന്നി മാംസം ഭക്ഷിക്കുക എന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ തന്നെ, ഒരു പന്നിയെ കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു അറപ്പുണ്ട്. ഒരു മനുഷ്യന് അതിന്റെ ഭക്ഷണം തിന്നാൻ കഴിയില്ല. ഒരല്പം ബുദ്ധിയുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പന്നി മാംസം എന്ന് പറയുന്നത്, ആ പന്നിയെ കാണുന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. പന്നി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷിദ്ധമാക്കി. പലിശ എന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോൾ തന്നെ അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും പോലും അതൊരു നല്ല ഏർപ്പാടാണ് എന്ന് ഒരിക്കലും അഭിപ്രായം ഉണ്ടാവുകയില്ല. അത് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ആൾക്ക് ഒരു സ്വസ്ഥതയും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ഖബായിസ്, മ്ലേച്ഛവൃത്തികൾ, ചീത്ത കാര്യങ്ങൾ മുഴുവനും ഈ പ്രവാചകൻ നിഷിദ്ധമാക്കി. ഭക്ഷണം, ഹലാലായ ഭക്ഷണം മുഴുവനും പ്രവാചകൻ അനുവദിച്ചു. നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ മുഴുവനും കഴിക്കാം, ഒരിക്കലും പ്രവാചകൻ വിലക്കിയില്ല. വേദക്കാരും ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർക്ക് നിഷിദ്ധമാക്കിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പുരോഹിതന്മാര് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇന്ന സ്ഥലത്തേക്ക് നോക്കാൻ പാടില്ല, ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ആകപ്പാടെ വിലക്കുകളാണ് അവരുടെ ജീവിതം. എന്നാൽ വല്ലതും വിലക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഒന്നും കഴിയുന്നില്ല. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബത്ത്, ശനിയാഴ്ച ദിവസം നമുക്ക് വെള്ളിയാഴ്ച പോലെയാണ്. അപ്പൊ ശനിയാഴ്ച പണിയെടുക്കാൻ പാടില്ല, ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതുപോലെ ഒരു മനുഷ്യന് കൊണ്ടു നടക്കാൻ പറ്റാത്ത ദീനിനെയാണ് വേദക്കാരെ ലോകത്ത് അവതരിപ്പിച്ചത്. അവരുടെ അനുയായികൾക്ക് അതാണ് അവർ നിർബന്ധമാക്കാൻ ശ്രമിച്ചത്. പ്രവാചകൻ അത് മുഴുവനും വേണ്ട എന്ന് വെച്ചു. നിങ്ങൾക്ക് വെള്ളിയാഴ്ച, നിങ്ങൾ ജുമാക്ക് വരണം എന്നേ ഉള്ളൂ, ബാക്കിയുള്ള സമയത്ത് സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ നിങ്ങൾ പണിയെടുക്കാം എന്നല്ല, ജുമാ കഴിഞ്ഞാൽ നിങ്ങൾ പണിയെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രകൃതിക്ക് ചേരാത്ത ഒന്നും ഈ പ്രവാചകൻ പറഞ്ഞില്ല. എല്ലാ നല്ല കാര്യങ്ങളും പ്രവാചകൻ ഹലാലാക്കി. കാര്യങ്ങൾ എടുക്കുമ്പോൾ പ്രവാചകന്റെ പൊതുവായ സിദ്ധാന്തം തന്നെ എന്താണ്? യസ്സിറു, നിങ്ങൾ എളുപ്പമാക്കുക, വലാ തുഅസ്സിറു, കാര്യങ്ങളെ സങ്കീർണമാക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യരുത് എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ചെയ്യാം എന്ന് തോന്നുമ്പോൾ, രണ്ടിലേത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം എന്ന് തോന്നുമ്പോൾ പ്രവാചകൻ എപ്പോഴും തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് ഐസർ, ഏറ്റവും എളുപ്പമുള്ള സംഗതിയായിരുന്നു. പ്രവാചകന്റെ പ്രകൃതം അതാണ്, മനുഷ്യന്റെ പ്രകൃതം അതാണ്. അപ്പൊ കൃത്രിമമായിട്ട് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം ചെയ്ത് കൂലി വാങ്ങാം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നില്ല. രണ്ടും അനുവദനീയമാണ്, ഒരേപോലെ അനുവദനീയമാണ്. ഇതിൽ ഏറ്റവും എളുപ്പം ഏതാണ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാതെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് കൂടുതൽ കൂലി കിട്ടാം എന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പൊ രണ്ട് അനുവദനീയമായ കാര്യങ്ങളിൽ പ്രവാചകൻ എപ്പോഴും തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് ഏറ്റവും എളുപ്പമുള്ളതായിരുന്നു. യാത്രവേളയിൽ നിങ്ങൾക്ക് നമസ്കാരം ജമ്മാക്കാതിരിക്കാം, ഓരോ സമയത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാം, ഖസറാക്കാതിരിക്കാം, 2 പകരം 4 തന്നെ നമസ്കരിക്കാം. പക്ഷെ പ്രവാചകന്റെ സുന്നത്ത് എന്താണ്? ആ ഒരു ഇളവ് അള്ളാഹു നൽകിയിരിക്കെ ആ ഇളവ് ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു. 2 നമസ്കരിച്ചാൽ മതി എന്നുള്ളിടത്ത് പ്രവാചകൻ 2 നമസ്കരിക്കുകയുള്ളൂ. ജമ്മാക്കാം എന്നുള്ളിടത്ത് പ്രവാചകൻ ജമ്മാക്കും. യാത്രയിൽ നോമ്പ് മുറിക്കാം എന്ന് ഉള്ളിടത്ത് പ്രവാചകൻ നോമ്പ് നോൽക്കാതിരിക്കും. ഇതാണ് പ്രവാചകന്റെ പ്രകൃതം.
അപ്പൊ ഈ ദീന് എപ്പോഴും എളുപ്പമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും നല്ല കാര്യങ്ങൾ അനുവദിക്കുകയും എളുപ്പമാക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ഒരിക്കലും ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്, ആളുകളെ സന്തോഷിപ്പിക്കുക, വെറുപ്പിക്കരുത്. പ്രവാചകന്റെ ആഹ്വാനമാണ്. നിങ്ങൾ ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിക്കുക, ഒരിക്കലും അവരെ വെറുപ്പിക്കരുത്. അപ്പൊ ഇങ്ങനെ മനുഷ്യരുടെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് കൽപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ഈ പ്രവാചകൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വയല്ലാഹു അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം, അവർ ചുമന്നുകൊണ്ടിരുന്ന കനത്ത ഭാരങ്ങൾ, അവരുടെ കൈകാലുകളിൽ വീണിരുന്ന ചങ്ങലകൾ, ഈ ഭാരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെച്ചു. അവരുടെ ശരീരത്തിൽ വീണ ബന്ധനങ്ങളെ പ്രവാചകൻ അഴിച്ചുവെച്ചു. ഇതും ഈ പ്രവാചകന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കുറേ ഭാരങ്ങളും ബന്ധനങ്ങളുമുള്ള ഒരു സമൂഹമായിരുന്നു പ്രവാചകന്റേത്. വേദക്കാര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റത് ചെയ്യരുത്, ഇങ്ങനെ ആകെപ്പാടെ മനുഷ്യന് മതം എന്ന് പറയുന്നത് ആചരിക്കാനും കൊണ്ടു നടക്കാനും പറ്റാത്ത ഒരു ഏർപ്പാടാക്കി ജൂതന്മാരും ക്രിസ്ത്യാനികളും മാറ്റിയിരുന്നു. അങ്ങനെയുള്ള എല്ലാ ബന്ധനങ്ങളെയും പ്രവാചകൻ പൊളിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ചങ്ങലകൾ, മുശ്രിക്കുകൾ തീർത്ത ഒരു കുറെ ചങ്ങലകൾ ഉണ്ടായിരുന്നു. അതിൽ സാമ്പത്തികമായ ചങ്ങലകൾ. പണക്കാരന്റെ അടുത്തേക്ക് പാവപ്പെട്ടവന് അടുത്തേക്ക് ചെല്ലാൻ പറ്റുകയില്ല. ഖുറൈശിയുടെ അടുത്തേക്ക് ഒരു താഴെയുള്ള ഒരു ഗോത്രക്കാരന് ചെല്ലാൻ പറ്റുകയില്ല, കൂടെ ഇരിക്കാൻ പറ്റുകയില്ല. ഉടമയുടെ അടുത്ത് ഒരു അടിമയ്ക്ക് ഒരിക്കലും പ്രത്യക്ഷപ്പെടാൻ പറ്റുകയില്ല. എന്താണോ കിട്ടുന്നത് അത് മുഴുവനും കൊണ്ട് ജീവിക്കുക. ആണായ ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു പെണ്ണിന് യാതൊരുവിധ നിലയും വിലയുമില്ല. ഇങ്ങനെ ആകെപ്പാടെ പലതരത്തിലുള്ള ചങ്ങലകളായിരുന്നു അറേബ്യൻ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇത് മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചു. എല്ലാം ഓരോന്നോരോന്നായി പൊട്ടിച്ചു. ഒരൊറ്റ ചങ്ങലയും ബാക്കിയില്ലാത്ത വിധത്തിൽ സർവ്വ ചങ്ങലകളെയും പ്രവാചകൻ പൊട്ടിച്ചു. പണക്കാരനാണോ ആ പണത്തിന്റെ ഡംബ് ഇവിടെ കാണിക്കേണ്ടതില്ല. ഈ പ്രവാചകൻ പാവപ്പെട്ടവരുടെ കൂടെയാണ് നിൽക്കുക. അതേവസരം ഈ പ്രവാചകൻ ഒരിക്കലും ഒരു പണക്കാരനോട് പണമുണ്ട് എന്ന പേരിൽ ഒരിക്കലും അവനോട് അനീതി കാണിക്കുകയില്ല. അവന്റെ പണത്തെ ആദരിക്കുന്നു. പക്ഷേ ആ പണം കൊണ്ട് അഹങ്കരിക്കുവാനും അന്യായമായി ആക്രമിക്കുവാനും അനുവദിക്കുന്നതല്ല. ഈ പ്രവാചകൻ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രവാചകനാണ്. എപ്പോഴും പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ പാവപ്പെട്ട വിഭാഗത്തെ പ്രത്യേകമായി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് സ്ത്രീകളുടെ പക്ഷത്തായിരിക്കും ഈ പ്രവാചകൻ എപ്പോഴും നിൽക്കുക. പുരുഷ മേധാവിത്വം ഒരിക്കലും ഈ പ്രവാചകൻ അനുവദിക്കുകയില്ല. ഗോത്രപക്ഷപാതിത്വം ഒരിക്കലും ഈ പ്രവാചകൻ അനുവദിക്കുകയില്ല. ഖുറൈശിയാണ് പ്രവാചകൻ. പക്ഷേ ഒരിക്കലും ഖുറൈശികളുടെ പ്രത്യേകമായ ഒരു പ്രാമുഖ്യം ഈ പ്രവാചകൻ അനുവദിക്കുകയില്ല. അറബിയാണ് പ്രവാചകൻ. പക്ഷേ അനറബികളായ സൽമാനുൽ ഫാരിസിക്കും സുഹൈബിനും അതുപോലുള്ള ആളുകൾക്കും യാതൊരുവിധ വിവേചനവും ഇവിടെ നേരിടേണ്ടി വരില്ല. ഈ പ്രവാചകൻ ഉടമയാണ്. പക്ഷേ ബിലാലിനെ പോലുള്ള അടിമകളെ ഉയർത്തിക്കൊണ്ടുവരികയും അബൂബക്കറിന്റെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഖുറൈശികളുടെ കൂടെ തൊലികറുത്ത നീഗ്രോയെ നിർത്തുന്ന ഒരു പ്രവാചകനാണ് ഈ പ്രവാചകൻ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ ചെങ്ങലുകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ ഭാരങ്ങൾ ഉണ്ടായിരുന്നു, അത് മുഴുവനും പൊട്ടിക്കുകയും ഭാരങ്ങളെ ഇറക്കി വെക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ഈ പ്രവാചകൻ എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു, ആ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ, അദ്ദേഹത്തെ ആദരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ആളുകൾ, അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകൾ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ട വെളിച്ചത്തെ, പ്രകാശത്തെ പിൻപറ്റുന്ന ആളുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ, അവരാകുന്നു വിജയികൾ. ഈ കാര്യങ്ങൾ ചെയ്ത പ്രവാചകനെ വിശ്വസിക്കുന്ന, പ്രവാചകനെ പിന്തുണക്കുന്ന, പ്രവാചകൻ കൊണ്ടുവന്ന പ്രകാശത്തെ അനുധാവനം ചെയ്യുന്ന, വിശുദ്ധ ഖുർആനാണ് ആ പ്രകാശം, പ്രവാചകന്റെ സുന്നത്താണ് ആ പ്രകാശം, ആ പ്രകാശത്തെ അനുധാവനം ചെയ്യുന്ന ആളുകൾ അവരാകുന്നു വിജയികൾ. പ്രവാചകന്റെ വളരെ കുറച്ച് ഗുണങ്ങൾ മാത്രമാണ് ഈ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. പക്ഷേ ഇത് തന്നെ ഈ പ്രവാചകനെ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്ന, മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വ്യതിരിക്തനാക്കുന്ന ചില ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾക്ക് തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുക, ഈ പ്രവാചകനെ പിന്തുണക്കുക, ഈ പ്രവാചകനെ ആദരിക്കുക, ഈ പ്രവാചകൻ കൊണ്ടുവന്ന പ്രകാശത്തെ പിന്തുടരുക. ഈ പ്രവാചകൻ കൊണ്ടുവന്ന പ്രകാശം, വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം,
പ്രവാചകന്റെ ചര്യയാകുന്ന പ്രകാശം, ആ പ്രകാശത്തെ പിന്തുടരുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് വിജയം. മുഫ്ലിഹൂൻ അവരാകുന്നു വിജയികൾ. വിജയികൾ എന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല, ഈ ലോകത്തും അവരാകുന്ന വിജയികൾ. വിജയത്തിൽ തരംതിരിവുകളില്ല. പരലോകത്ത് വിജയിക്കുന്നവൻ ഈ ലോകത്തും വിജയിക്കും. അപ്പൊ പരലോകത്തും ഈ ലോകത്തും വിജയിക്കുന്ന ആളുകൾ ഈ പ്രവാചകനെ ഈ വിധത്തിൽ അനുധാവനം ചെയ്യുന്ന ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള സർവ്വകാര്യങ്ങളും ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടിക്കുക, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുക, നല്ല കാര്യങ്ങൾ അനുവദിക്കുകയും ചീത്ത കാര്യങ്ങൾ നിഷിദ്ധമാക്കുകയും ചെയ്യുക തുടങ്ങിയ ഈ പ്രവാചകന്റെ ഗുണങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുവാനും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ജീവിക്കുന്ന ഈ ലോകത്ത് നടപ്പിലാക്കുവാനും കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് നാം പ്രവാചകനെ സ്നേഹിക്കുന്നവരാകുക. അങ്ങനെയാകുമ്പോഴാണ് നാം പ്രവാചകന്റെ അനുയായികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.